വെച്ചൊരു ഊണുണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ അയില ഇവിടെ ക്ലീൻ ചെയ്തെല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട്. 1/2 കിലോ അയിലയാണ്. ഇനി നമുക്ക് മാങ്ങ എടുക്കണം. മാങ്ങ പുളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ മാങ്ങയ്ക്ക് പുളി പോരാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടംപുളി ശകലം, ഒരു പീസ് കുടംപുളിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ മാങ്ങയും പിന്നെ ഇതിനകത്ത് ഇഞ്ചി ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ 2 രീതിയിലും ചേർക്കും. അതായത് കഷ്ണിച്ച് അരിഞ്ഞ് കറിക്കകത്തിടാനും ചേർക്കും, അല്ലാതെ ഒരു പീസ് ഇഞ്ചി തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കാനും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം അങ്ങനെ 2 രീതി ചേർക്കുന്നുണ്ട്. അത് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാനത് 2ഉം ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരു 3/4 കപ്പ് തേങ്ങയോളം എടുക്കുന്നുണ്ട്, തേങ്ങ ചിരകിയത്. പിന്നെ നമുക്കതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അതായത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യത്തിനുള്ള ഒരു മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി, അതിലെ മാങ്ങയും വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, മല്ലിപ്പൊടി ചേർക്കാതെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. അരയുമ്പം നന്നായിട്ട് സാധാരണ മീൻകറിക്കൊക്കെ അരയുന്ന പോലെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് അരച്ചതിന് ശേഷം നമുക്കിതെല്ലാം ചട്ടിക്കകത്തേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഒരുമാതിരി വെള്ളത്തിലിരിക്കും കറി. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും, പിന്നെ എരിവിന് പച്ചമുളകും, 2-3 പച്ചമുളകും, പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർത്ത് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനിട്ടാൽ മതി. വേണമെങ്കിൽ ചിലർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീനും കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് വേവിക്കും. പക്ഷേ ഞാൻ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മീൻ ഇടത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. പാവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ വെക്കുന്നത് ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടാണ്. ഞാനിപ്പോൾ അരിഞ്ഞു വെക്കുകയാണ്. തേങ്ങ അരച്ച കറിയുടെ കൂട്ടത്തിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി, മീൻകറിയുടെ കൂട്ടത്തിലൊക്കെ പാവയ്ക്ക മെഴുക്കുവരട്ടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇച്ചിരി കയ്പുള്ള പാവയ്ക്കയാണ്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും നമ്മുടെ സബോളയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കറി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീനിൻ്റെ പീസസ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അങ്ങ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. പിന്നെ ഗ്രേവി നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പച്ചമുളകും ഒരു ചെറിയ സബോളയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെഴുക്കുവരട്ടിക്ക്. മീനൊക്കെ ഇവിടെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് കുറച്ച് വെക്കണം. കുറച്ച് വെച്ച് അത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വെന്ത് കിട്ടും. പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ടു ചോറിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണ തീർന്നു പോയപ്പം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ ബാക്കി വന്നതാണ് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഇത് എളുപ്പമാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഇതുപോലെ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം തുറന്ന് വയ്ക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി വല്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ തവി ഇട്ട് ഇളക്കാതെ ഇതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഒത്തിരി തവിയിട്ടെടുത്ത് അയലയുടെ കഷ്ണമൊക്കെ പൊടിഞ്ഞു. പിന്നെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പിണ്ടി തോരനും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഊണ് റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക,
ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇടുന്നവരെ താങ്ക് യു സോ മച്ച്.